ജീസസ് റെയിൻസ്, യേശു വാഴുന്നു. ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ദൈവവചന ശുശ്രൂഷകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആലോചന നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. കർത്താവിൻ്റെ ഹിതത്തിൽ നാം ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. നാം എപ്പോഴും കർത്താവിൻ്റെ ഹിതത്തിലായിരിക്കണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളൊരു ജീവിതം നയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുള്ള നല്ല അടയാളങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. മാതൃകാ പ്രാർത്ഥന കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്വർഗത്തിലെ പോലെ അങ്ങയുടെ ഹിതം ഭൂമിയിൽ വരണമേ. അങ്ങനെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. സ്വർഗത്തിൽ അവിടുത്തെ ഹിതം എങ്ങനെയാകുന്നുവോ അത് തന്നെ ഭൂമിയിലും സ്ഥാപിതമാകണം. അത് കർത്താവിൻ്റെ ഹൃദയമാണ്, കർത്താവിൻ്റെ ആഗ്രഹമാണ്. എഫേസ്യ ലേഖനത്തിലും 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 16-17 വാക്യങ്ങളിലൊക്കെ പരാമർശിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ഹിതം, ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിവീൻ. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. ആ ഭാഗങ്ങൾ പരാമർശിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലും പൗലോസ് പറയുന്നുണ്ട്, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവത്തിൻ്റെ ഹിതം നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുള്ള നല്ല ചില അടയാളങ്ങളാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാം ദൈവഹിതത്തിലാകുന്നുവോ? യേശുവിൻ്റെ ഇഷ്ടപ്രകാരമാണോ നാം ജീവിതം നയിക്കുന്നത്? എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും? ഒരാശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ അറിയേണ്ടതിനു വേണ്ടി അവർ പരിശോധനകൾക്ക് നമ്മെ വിധേയമാക്കും. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാനിടവരും, നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുവാനിടവരും. അങ്ങനെ അവർക്ക് രോഗനിർണയം നടത്തുവാൻ കഴിയും. നാം ദൈവഹിതത്തിൽ തന്നെയാണോ യാത്ര ചെയ്യുന്നത്? എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? അതിനുള്ള ചില നല്ല അടയാളങ്ങളായിട്ട് നമുക്കിതിനെ സ്വീകരിക്കുവാൻ കഴിയും. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. നാം ദൈവഹിതത്തിലാകുന്നുവെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും. ഈ ലളിതമാകുന്ന ചിന്തകൾ കേൾക്കുക. സന്തോഷത്തെക്കുറിച്ച് ഞാൻ ചില പരാമർശങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തിൽ നാം യാത്ര ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം സന്തോഷകരമാകുന്നൊരു ജീവിതമാണ്. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചവരാകുന്നുവെങ്കിൽ, യേശു നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം ദുഃഖപൂരിതമാകുന്നൊരു ജീവിതമല്ല. വേദനകളും ദണ്ഡനങ്ങളും നിറഞ്ഞ, ഭാരങ്ങളും നിറഞ്ഞൊരു ജീവിതമല്ല. അത് ജോയ്ഫുൾ ആകുന്നൊരു ജീവിതമാണ്, സന്തോഷകരമാകുന്നൊരു ജീവിതമാണ്. കർത്താവിനാൽ ലഭ്യമാകുന്ന സന്തോഷം അവിടുന്ന് നമുക്ക് ദാനമായി നൽകിത്തരുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നുവല്ലോ. ഒരു ദൈവപൈതലിന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകണം മറ്റുള്ളവർക്ക് യേശു ഉള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി. യേശുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകേണ്ടത് ആവശ്യമാണ്. എപ്പോഴും സന്തോഷിച്ച് ജീവിക്കണമെന്നാണ് പൗലോസ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നത്. സന്തോഷമെന്ന വാക്ക് നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ ആവർത്തിച്ച് കാണുവാൻ കഴിയുന്നു. പക്ഷേ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണോ അഭിഷക്തൻ ആ കത്തെഴുതുന്നത്? ഒരിക്കലുമല്ല. താൻ ജയിലിൽ കിടന്നുകൊണ്ടാണ് ആ കത്തെഴുതുന്നത്. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് കത്തെഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ബന്ധിക്കപ്പെട്ടവനായിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ടാണ് എഴുതുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു.
ഏത് സാഹചര്യമാകുന്നു എങ്കിൽ പോലും നമുക്ക് സന്തോഷത്തിൽ നിലനിൽക്കുവാൻ കഴിയും. ദൈവരാജ്യത്തിന്റെ നിർവചനം നമുക്ക് റോമാലേഖനം 14 അധ്യായം 17 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ബാഹ്യമാകുന്ന വസ്തുലോകത്തിൽ കാണുന്ന ഏതെങ്കിലും സുഖ സൗകര്യങ്ങളിൽ കൂടെ നമുക്ക് ദൈവരാജ്യത്തെ നിർവചിക്കുവാൻ കഴിയുകയില്ല, അനുഗ്രഹത്തെ നിർവചിക്കുവാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തെ നാം നിർവചിക്കുകയാണെങ്കിൽ ആ നിർവചനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നീതി, സമാധാനം, സന്തോഷം. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിലുള്ള സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കർത്താവിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സന്തോഷത്തിന് സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ അത് നമ്മെ സ്പർശിക്കുകയില്ല. മറിച്ച് ആ സന്തോഷത്തിന്റെ സ്രോതസ്സാകുന്ന കർത്താവ് നമ്മിലുണ്ടെങ്കിൽ, യേശു നമ്മിലുണ്ടെങ്കിൽ, ഏത് സാഹചര്യത്തിലും, ദുഃഖപൂരിതനാകുവാൻ സാധ്യതയുള്ള സാഹചര്യത്തിലും സഹോദര താങ്കൾക്ക് സന്തോഷഭരിതനായി തീരുവാൻ കഴിയും. എന്തുകൊണ്ട്? സന്തോഷം നൽകുന്ന യഥാർത്ഥ സ്രോതസ്സാകുന്ന യേശു നിങ്ങളിലുണ്ട്. യേശു നിങ്ങളിലുള്ളതിനാൽ ആ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾക്ക് അതിൻ്റെ നടുവിൽ സന്തോഷിക്കുവാൻ കഴിയും. പ്രതികൂലങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, പീഡകളാകട്ടെ, അതിൻ്റെ നടുവിൽ നിങ്ങൾ സന്തോഷിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലന്മാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അവരെ ചമ്മട്ടി കൊണ്ട് പ്രതിയോഗികൾ അവരെ അടിച്ചപ്പോൾ അതിനോട് അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? കർത്താവിന് വേണ്ടി നിന്ന സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചുകൊണ്ടാണ് അവർ അവിടം വിട്ട് പുറപ്പെട്ടു പോയത്. സന്തോഷിക്കുവാൻ കഴിയുന്ന സാഹചര്യമാണോ? പീഡനമുണ്ടാകുമ്പോൾ, അടി ലഭിക്കുമ്പോൾ, ശരീരം മുറിയപ്പെടുമ്പോൾ അത് സന്തോഷിക്കുവാനുള്ളൊരു സാഹചര്യമല്ല. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവരിൽ ഉള്ളതിനാൽ ആ സാഹചര്യത്തിൽ അവർ സന്തോഷിക്കുകയാണ്. അനേകരുടെ സന്തോഷം നഷ്ടമായിരിക്കുന്നു. അനേകരുടെ മുഖത്ത് ആ പുഞ്ചിരി നഷ്ടമായിരിക്കുകയാണ്. അനേകരുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഭാരപൂരിതമായി തീർന്നിരിക്കുന്നു. എന്തോ ഒരു ശോകം അവരുടെ മുഖത്ത് പ്രകടമാണ്. അവരെ അനുഗമിക്കുകയാണ്. നിഴൽ പോലൊരു നിരാശയും ഒരു ശോകവും അവരെ അനുഗമിക്കുകയാണ്. അങ്ങനെ അതിൽ നിങ്ങൾ തുടരരുത്. അതിനുവേണ്ടിയല്ല കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നിരാശ ഈ ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയൊരു വൈകാരിക പ്രശ്നമാണ്. ലോകവ്യാപകമായിട്ട് ഏറ്റവും അധികം മരുന്ന് ചിലവഴിക്കപ്പെടുന്ന ഒരു മേഖലയായി തീർന്നിരിക്കുകയാണ് നിരാശ. ലോകവ്യാപകമായി ആയിരക്കണക്കിന് ആളുകൾ നിരാശയ്ക്ക് അടിമകളായി തീർന്നിരിക്കുകയാണ്. അവർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. 6000 രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന ഒരു വീട്ടു ജോലിക്കാരി അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, അവരുടെ ഭവനത്തിൽ അവരുമായി ആ കുടിലിരുന്നു കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ അസംതൃപ്തരാണ്. അവർക്ക് യാതൊരു സന്തോഷവുമില്ല. കിട്ടുന്ന 6000 തന്നെ അതിൽ ഭൂരിഭാഗവും ഭർത്താവ് മദ്യപിച്ച് നശിപ്പിക്കുകയാണ്. ആ വീടിൽ എനിക്ക് സന്തോഷം കാണുവാൻ കഴിഞ്ഞില്ല. 40,000 രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭവനത്തിലായിരുന്നപ്പോൾ ആ ഭവനത്തിലും അവർക്ക് ഒത്തിരി പരാതി പറയുവാനുണ്ട്. അവരും അസന്തുഷ്ടരാണ്. അവർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. മക്കൾ അനുസരിക്കുന്നില്ല. ഭാര്യ വഴക്കുണ്ടാക്കുന്നു. ആ 40,000 രൂപ ശമ്പളം ലഭിക്കുന്നതിന്റെ നടുവിലും അവർക്ക് വസ്തുലോകവുമായുള്ള ബന്ധത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. മറ്റൊരവസരത്തിൽ ഏകദേശം 20 ലക്ഷം രൂപ എല്ലാ മാസവും വരുമാനമുള്ള ഒരു ബിസിനസ്സുകാരന്റെ ഭവനത്തിൽ ഞാനായിരുന്നു. അവർക്ക് ഏകദേശം 2 കോടി രൂപയോളം ഒരു വർഷം വരുമാനമുണ്ട്. എന്നാൽ അവരും നിരാശയുള്ളവരാണ്. അവർക്കും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. 6000 രൂപയുള്ള വീട്ടു ജോലിക്കാരിക്കും അസന്തുഷ്ടിയും അസന്തോഷവും ജീവിതത്തിൽ ദുരിതപൂർണമാകുന്ന അനുഭവങ്ങളും, 2 കോടി രൂപ വാർഷിക വരുമാനമുള്ള ബിസിനസ്സുകാരനും അസന്തുഷ്ടിയും അസന്തോഷവും തൻ്റെ ജീവിതവും ദുഃഖപൂരിതമായിരിക്കുന്നു. എന്താണിത് വ്യക്തമാക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഒരു വസ്തുവകയിൽ നിന്നും നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുകയില്ല. ബൈബിൾ നിർവചിക്കുന്ന സന്തോഷം ഈ ലോകത്തിലെ മനോഹരമാകുന്ന വീടുകളിൽ നിന്നോ, മനോഹരമാകുന്ന കാറുകളിൽ നിന്നോ, ഉയർന്ന ശമ്പളത്തിൽ നിന്നോ, കുറഞ്ഞ ശമ്പളത്തിൽ നിന്നോ ഒന്നും ലഭിക്കുകയില്ല. അത് കുടിലാകട്ടെ, കൊട്ടാരമാകട്ടെ, ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നൊന്നും ബൈബിൾ പറയുന്ന യഥാർത്ഥ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ലോകത്തിൽ കാണുന്ന എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? സന്തോഷം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് യേശു ക്രിസ്തു എന്നാണ്.
അവിടുന്ന് നിങ്ങളിൽ വന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. യേശുവിന് മാത്രമേ യഥാർത്ഥ സന്തോഷം നിങ്ങൾക്ക് നൽകി തരുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ഇന്നായിരിക്കുന്ന ഏത് സാഹചര്യവുമാകട്ടെ, ആ സാഹചര്യത്തിൽ നിങ്ങൾ അസംതൃപ്തരായി ജീവിതം നയിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുവിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി യേശുവിന് വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും യേശുവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ യേശുവിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുവാനിടവരും. കേരളക്കരയിലെ വളരെ പ്രഗത്ഭനാകുന്ന ഒരു പ്രവാചകൻ തൻ്റെ അവസാന നിമിഷം മരണക്കിടക്കയിൽ താൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശപൂരിതമാകുന്നു. താൻ ആ അവസാന നിമിഷവും പ്രവചിക്കുകയാണ്, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു. എന്നാൽ മറ്റ് പല പ്രമുഖരുടെയും അവസാന നിമിഷങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരുടെ മരണക്കിടക്കകൾ അത് പരാതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, അലമുറ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, ഭീകരമാകുന്നത് എന്തൊക്കെയോ അവർ കാണുന്നു, അവർ ഭയപ്പെടുന്നു. ഇതിനപ്പുറത്തെ ലോകത്തിലേക്ക് പോകുവാൻ അവർ ഭയപ്പെടുന്നു. ആ നിലയിലാണ് പലരും അവസാനിക്കുന്നത്. എന്നാൽ യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതവും കർത്താവിൽ സന്തോഷപൂരിതമായിരിക്കുന്ന ജീവിതമായിരിക്കും. ഇതിനപ്പുറം നിങ്ങൾ നിലനിൽക്കുന്ന സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. നാം ഇന്നായിരിക്കുന്ന ഈ ലോകത്തിന് പ്രാണവായു കൊണ്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്, വായുമണ്ഡലമുണ്ട്. എന്നാൽ നാം പോകുവാനിരിക്കുന്ന അടുത്ത ലോകത്തിൽ, നാം യേശുവിനോടുകൂടെ ആയിരിക്കുവാൻ പോകുന്ന സ്വർഗീയ ലോകത്തിൽ, ആ സ്വർഗീയ ലോകത്തിൽ പ്രാണവായു കൊണ്ടുള്ള, അല്ലെങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ഒരു വായുമണ്ഡലത്തിന്റെ അന്തരീക്ഷത്തിന്റെ ആവശ്യമില്ല. അവിടുത്തെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതേപോലെയുള്ള ഗുണമേന്മകളാണ്: സമാധാനം, സന്തോഷം, ദൈവസ്തുതി. ആ അന്തരീക്ഷത്തിലേക്കാണ് നാം മാറ്റപ്പെടുവാൻ പോകുന്നത്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവുമായി യോജിച്ചൊരു ജീവിതം നയിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഒരു ജീവിതം നയിക്കുന്നവർ, അവർക്ക് സ്വയം അവരുടെ ചുറ്റും യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്വർഗം സൃഷ്ടിക്കുവാൻ കഴിയും. സ്വർഗപൂരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് നിരന്തരം ജീവിക്കുവാൻ കഴിയും. നിരന്തരം സന്തോഷത്തിലും സമാധാനത്തിലും, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ അതിൻ്റെ നടുവിലും നിരന്തരം സ്വർഗീയമാകുന്ന ഗുണമേന്മകളോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. അസന്തുഷ്ടിയുള്ള ജീവിതം നയിക്കുന്നതിൻ്റെ പരിണതഫലമായി വരുന്ന നിരാശയുടെ പരിണതഫലമായി വരുന്ന ആത്മഹത്യകൾ, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരിയെ അവളുടെ കൈ മുറിച്ച അവസ്ഥയിൽ കാണുവാനിടയായി. ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി നാഡീനരമ്പ് മുറിച്ചതാണ്. രക്തപ്രവാഹത്തിൻ്റെ ഇടയിൽ എങ്ങനെയോ ആളുകൾ ആശുപത്രിയിൽ കൊണ്ടുപോയി അത്ഭുതകരമായി താൻ രക്ഷപ്പെടുവാനിടയായി. കൈമുറിച്ച് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താണ് കൈമുറിച്ച് ആത്മഹത്യക്കുള്ള ശ്രമങ്ങൾ? കെട്ടിത്തൂങ്ങി സ്വയം നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, വിഷം കുടിച്ച് സ്വയം നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, അതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ സമൂഹം മലിനമായിരിക്കുന്നു. എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? അസന്തുഷ്ടി നിറഞ്ഞൊരു ജീവിതം, നിരാശയും അസന്തുഷ്ടിയും അവരുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് അവരെ കൊണ്ടെത്തിക്കുന്നതാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലും ആത്മഹത്യാ ചിന്തകൾ ഉണ്ടെങ്കിൽ യേശു നിങ്ങളെ അത്ഭുതകരമായി അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മരിക്കേണ്ടവരല്ല, നിങ്ങൾ തകരേണ്ടവരല്ല, നിങ്ങൾ പ്രയോജനമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരല്ല. നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മഹിമയുണ്ട്. ആ മഹിമയെ പുറത്തെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും. മരിക്കുവാൻ വേണ്ടി രാവിലെ വിഷം ഭക്ഷണ പദാർത്ഥത്തിൽ കലർത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ താൻ TV-യിലൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം ആ മരിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് കേൾക്കുവാനിടയായി. ആ മരിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് താൻ കേട്ട ആ ശബ്ദം തന്നെ വിടുവിച്ചു. ആ നിമിഷത്തിൽ തന്നെ തൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി. കേരളത്തിൽ വന്ന് തൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളമായി യേശുവിനെ പൂർണ്ണമായും അനുഗമിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനവും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും ആ വ്യക്തി തയ്യാറായി. മരിക്കുവാൻ വേണ്ടിയുള്ള ചിന്തകളും മരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളോടാണിപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അതിന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. പകരം യേശുവിലേക്ക് നിങ്ങൾ ചേർന്ന് വരികയാണെങ്കിൽ യേശു അത്ഭുതകരമായിട്ട് ഉള്ളിലെ ആ ദുഃഖങ്ങളെയും വേദനകളെയും പുറത്തു കളഞ്ഞതിന് ശേഷമായിട്ട് യേശു നിങ്ങളെ സ്വർഗീയ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാനിടവരും. നിങ്ങൾ ഫലസമൃദ്ധിയുള്ളവരായി ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും പ്രയോജനപ്പെടുവാനിടവരും. അനേകരുടെ ജീവിതത്തിൽ ഒത്തിരി കഴിവുകളുണ്ട്. അവർക്ക് ജന്മനാ ലഭിച്ചിരിക്കുന്ന താലന്തുകളുണ്ട്, വാസനകളുണ്ട്.
അതോടൊന്നിച്ച് അവർ തന്നെ വളർത്തിയെടുത്തിരിക്കുന്ന പല സ്കിൽസുമുണ്ട്. പക്ഷേ ഈ തിന്മകൾ വന്ന് നിരാശ, ദുഃഖം, പരാതി ഇവയെല്ലാം വന്ന് അവരുടെ മനസ്സിൽ നിറയുകയാണെങ്കിൽ അത് ഭാരമേറിയ കല്ലുപോലെ ഈ കഴിവുകളുടെ മേൽ വന്ന് മൂടുവാനിടവരും. ആ കഴിവുകളെ അവർക്ക് പുറത്തു കൊണ്ടുവരുവാൻ കഴിയില്ല. ആ സ്കിൽസിനെ അവർക്ക് പുറത്തു കൊണ്ടുവന്ന് അവർക്ക് അതിനെ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കരുത്. ഈ തിന്മകൾ പുറത്തു പോവുകയാണെങ്കിൽ നിങ്ങളിലുള്ള കഴിവുകൾ, നിങ്ങളിലുള്ള ആ പ്രത്യേക താലന്തുകൾ അത് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. അത് സമൂഹത്തിന് എത്ര പ്രയോജനപ്രദമാണ്. സമൂഹത്തിന് പ്രയോജനമുള്ളവരായി ആ താലന്തുകളെ ഉപയോഗിച്ച് നിങ്ങൾ ജീവിക്കണമെന്നാണ് കർത്താവാകുന്ന യേശു ആഗ്രഹിക്കുന്നത്. നാം യേശുവിലാകുന്നുവെങ്കിൽ നാം മറ്റുള്ളവരെക്കാൾ നമുക്ക് മെച്ചമാകുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് ജന്മവാസനകളുണ്ട്, നാം തന്നെ വളർത്തിയെടുത്തിരിക്കുന്ന സ്കില്ലുകളുണ്ട്. അതിലുപരിയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ വരുന്നതിനാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൃപാവരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാൾ, മറ്റുള്ളവർക്ക് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും ജന്മവാസനകളും സ്കില്ലുകളും അവർ തന്നെ വളർത്തിയെടുത്തിരിക്കുന്ന, അവർ തന്നെ അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സ്കില്ലുകളുമുണ്ട്. അത് രണ്ടും അവർക്കുണ്ട്. പക്ഷെ അവർക്കാർക്കും പരിശുദ്ധാത്മാവില്ലാത്തതിനാൽ, യേശുവില്ലാത്തതിനാൽ പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാകുന്ന കൃപാവരങ്ങളില്ല. നിങ്ങൾ യേശുവിലാകുന്നുവെങ്കിൽ നിങ്ങളിൽ ജന്മവാസന മാത്രമല്ല, നിങ്ങൾ വളർത്തിയെടുത്തിരിക്കുന്ന കഴിവുകൾ മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുണ്ട്. എത്രയധികമായിട്ട് നിങ്ങൾക്ക് പ്രയോജനമുള്ള വ്യക്തിയായി തീരുവാൻ കഴിയും. നിങ്ങൾ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായി തീരും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കേണ്ടവരല്ല, നിങ്ങളുടെ ജീവിതം നശിപ്പിക്കേണ്ടവരല്ല. പകരം ഫലം പുറപ്പെടുവിക്കുന്നവരായി, അനുഗ്രഹം പുറപ്പെടുവിക്കുന്നവരായി, അങ്ങനെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു ചാനലായി, ഒരു സ്രോതസ്സായി തന്നെ നിങ്ങളെ കർത്താവ് തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിനാൽ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ആ ദുഃഖത്തിന് പകരമായിട്ട് സന്തോഷത്തെ നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ സന്തോഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാകുന്നു എങ്കിലും അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന നിലയിൽ സന്തോഷിക്കുവാൻ കഴിയും. ഞാൻ മുന്നോട്ട് പോകട്ടെ. സന്തോഷത്തെക്കുറിച്ച് മാത്രമല്ല നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്, പ്രാർത്ഥനയെക്കുറിച്ചും കാണുവാൻ കഴിയുന്നു. നിങ്ങൾ ദൈവഹിതത്തിലാകുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടിയായി തീരുവാനിടവരും. നിങ്ങൾ ദൈവഹിതത്തിൽ തന്നെ ആകുന്നു എങ്കിൽ നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പരിശോധിച്ച് നോക്കുക. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് പുറത്തേക്കുള്ള യാത്ര നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. അരുത്. നിങ്ങൾ ദൈവഹിതത്തിൽ തന്നെ തുടരുകയാണ് എങ്കിൽ വ്യക്തമാകുന്ന അടയാളം നിങ്ങൾക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. നാം പ്രാർത്ഥിക്കണമെന്ന്, പ്രാർത്ഥനയിൽ തന്നെ ഇടവിടാതെ നാം മുന്നേറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ യേശുവിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതം അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ്, നേരം നന്നായി പുലരുന്നതിന് മുന്നേ യേശു എഴുന്നേറ്റ് ഒരു ഏകാന്ത സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുകയാണ്. യേശുവിൻ്റെ സമാപന സമയം നമുക്ക് ക്രൂശിൽ കാണുവാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രൂശിലും കർത്താവ് എന്ത് ചെയ്യുകയാണ്? ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിലും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശ് സഹിച്ചുകൊണ്ടുള്ള മരണവും ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും നമുക്ക് ക്രൂശിൽ കാണുവാൻ കഴിയുന്നു. നോക്കുക, യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും പ്രാർത്ഥന, യേശുവിൻ്റെ ശുശ്രൂഷയുടെ പരിസമാപ്തി ക്രൂശിൽ സംഭവിക്കുമ്പോൾ ആ സമാപന സമയത്തും പ്രാർത്ഥന ഉയരുകയാണ്. നിരന്തരമാകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം യേശുവിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടുന്നാണ് നമ്മുടെ മാതൃക. അവിടുന്ന് നമ്മുടെ മാതൃകയാകുന്നതിനാൽ നാമും അതേ നിലവാരത്തിൽ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടവരും. വ്യാകുലതയെക്കുറിച്ച് പൗലോസ് പറയുന്ന സന്ദർഭത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും. നോക്കുക, വിചാരങ്ങളെയും ആകുലതകളെയും ജീവിതത്തിൽ വരുന്ന ആവശ്യങ്ങളെയും ഒക്കെ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? പൗലോസ് പറയുന്നു, പ്രാർത്ഥനയിലൂടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. പ്രാർത്ഥന വളർത്തിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് മനസൗഖ്യമുണ്ടായിരിക്കും, മനസുഖമുണ്ടായിരിക്കും.
പ്രത്യേകിച്ചും പ്രഭാത സമയത്ത് പ്രാർത്ഥനാ ജീവിതം വളർത്തിയെടുത്തിരിക്കുന്ന വ്യക്തി സുഖകരമാകുന്ന മനസ്സുള്ള വ്യക്തിയായി ആ ദിവസം മുഴുവൻ ജീവിക്കുവാൻ കഴിയും. നിങ്ങളുടെ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ലാഭമായി തീരണമെന്നുണ്ടെങ്കിൽ, സന്തോഷപൂരിതമായി തീരണമെന്നുണ്ടെങ്കിൽ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ലോകപ്രസിദ്ധനാകുന്ന ജോർജ് മുള്ളറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇംഗ്ലണ്ടിൽ ബ്രിസ്റ്റോളിൽ ഉണ്ടായിരുന്ന ആ ദൈവദാസൻ 2000-ലധികം അനാഥ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുവാനും അവരെ പരിപാലിക്കുവാനും തയ്യാറായി. എന്തായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്? അസാധാരണമാകുന്ന പ്രാർത്ഥനാ ജീവിതം. ആ പ്രാർത്ഥനയിലൂടെ തനിക്ക് വെളിപ്പെട്ടത് എന്താണ്? അസാധാരണമാകുന്ന വിശ്വാസം. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരൊറ്റ വ്യക്തിയോട് പോലും ഒരു പൈസ ആ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി, ആ അനാഥ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി താൻ ചോദിച്ചിട്ടില്ല. താൻ വിശ്വാസത്താൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു, ഒരു വീര ദൈവദാസനായിരുന്നു. 2000 കുട്ടികളെ പരിപാലിക്കുവാൻ തക്കവണ്ണമായി ദൈവം ആ അഭിഷക്തനെ ഉപയോഗിക്കുവാനിടയായി. അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് രാക്കാലങ്ങളിൽ ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ ജോർജ് മുള്ളർ ചിലവഴിക്കുവാൻ തയ്യാറായി. അതായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ വിജയം. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലും നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ, സംഘർഷങ്ങൾ, ഭാരങ്ങൾ, ശൂന്യതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, എങ്ങനെ നിങ്ങൾക്കതിനെ ജയിക്കുവാൻ കഴിയും? പ്രാർത്ഥനയിൽ കർത്താവിനോട് അടുത്തു വരിക. ഈ ഭൗതിക ആവശ്യങ്ങളെ ചൊല്ലി പ്രാർത്ഥന വലുതായി നടത്തേണ്ട കാര്യമേ ഇല്ല. പ്രാർത്ഥനയിൽ കർത്താവുമായിട്ട് നിങ്ങൾ അടുത്തു വരുമ്പോൾ നിങ്ങളിൽ വെളിപ്പെടുന്ന ഒരു ക്രിസ്തു സമാനതയുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. ആ വ്യക്തിയുടെ അകത്തു മാറ്റങ്ങൾ സംഭവിക്കും, സ്വഭാവത്തിന് മാറ്റം സംഭവിക്കും. ആ പ്രാർത്ഥനയിൽ ആ വ്യക്തിയിൽ തന്നെ വലിയ രൂപാന്തരം സംഭവിക്കുമ്പോൾ നന്മയും കരുണയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും അവനെ അനുഗമിക്കുവാനിടവരും, പിന്തുടരുവാനിടവരും. അവൻ്റെ ഭൗതിക ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുവാനിടവരും. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആവശ്യമല്ല, ദൈവത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാകുന്നുവെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, നിങ്ങളുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും യേശുവിൻ്റെ ആവശ്യങ്ങളാണ്. നിങ്ങളെക്കാൾ ഉത്തരവാദിത്വത്തിൽ കർത്താവ് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ അടുത്തു വരുമ്പോൾ യേശുവിനെ പോലെയാകുവാൻ വേണ്ടി, അവിടുത്തെ സ്വഭാവം നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ വേണ്ടി കർത്താവിനോട് ചേർന്ന് വരിക. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടവരും. വീരാക്രൂസ് എന്ന് പറയുന്ന മെക്സിക്കോയിലെ ഒരു സ്ഥലത്ത് വലിയ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഗ്ലിം തോംസൺ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. താൻ വീരാക്രൂസിൽ ചെന്ന സന്ദർഭത്തിൽ പ്രതിയോഗികളുടെ ഒരു നീണ്ട നിര തനിക്കെതിരെ കടന്നു വരുവാനിടയായി. പക്ഷേ താൻ അതിനെ എങ്ങനെയാണ് നേരിട്ടത്? അവിടം വിട്ട് ഓടിപ്പോകുവാൻ വളരെ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഗ്ലിം തോംസന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. പക്ഷേ താൻ അതിനെ നേരിട്ടത് പ്രാർത്ഥനയിലാണ്. 7 ദിവസം, ആരംഭ സമയത്ത് തന്നെ 7 നീണ്ട ദിവസം രാത്രികാലങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുവാനിടയായി. ആ 7 ദിവസം രാത്രികാലങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിയോഗികളുടെ മനസ്സിൽ ഒരു വലിയ മാറ്റമുണ്ടായി. അവർക്ക് മുൻപ് ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അവർ ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് താൻ അവിടെ പ്രവർത്തിക്കുവാനും തൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഖാന്തരമായിട്ട് ഒരു വലിയ ഉണർവ് ആ ദേശത്ത് വരുവാനുമിടയായത്. നിങ്ങൾ പ്രതിയോഗികളുടെ നടുവിലാകുന്നുവെങ്കിൽ, സമ്മർദ്ദങ്ങളുടെ നടുവിലാകുന്നുവെങ്കിൽ അതിനെ ആയുധം കൊണ്ടല്ല നേരിടേണ്ടത്, വാശിയും വൈരാഗ്യവും കൊണ്ടല്ല നേരിടേണ്ടത്, പ്രാർത്ഥന കൊണ്ട് നേരിടുകയാണെങ്കിൽ നിങ്ങളുടെയും പ്രതിയോഗികളുടെയും മനസ്സിൽ മാറ്റം സംഭവിക്കുവാനിടവരും. നടക്കുകയില്ല എന്ന് പറയുന്ന കാര്യം നടക്കുവാനിടവരും. നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ ഇനി നടക്കുകയില്ല എന്ന് പറഞ്ഞ് അതിനെ നിങ്ങൾ ഒഴിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ, മാറ്റി വച്ചിരിക്കുകയാണെങ്കിൽ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ സജീവമാക്കുകയാണ് എങ്കിൽ നടക്കുകയില്ല എന്ന് പറയുന്ന ആ കാര്യം നടക്കുവാൻ പോകുകയാണ്. ഒരു മഹാ അത്ഭുതം നടക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾ കാണുവാൻ പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അവിടെ പട്ടണത്തിൽ ഒരു ന്യായാധിപനുണ്ടായിരുന്നു, ഒരു വിധവയുണ്ടായിരുന്നു. വിധവ തൻ്റെ കാര്യം പ്രതിക്രിയ ചെയ്തു തരണമെന്ന് ന്യായാധിപനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾക്കതിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിരന്തരമായി വീണ്ടും ഈ വിധവ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ന്യായാധിപൻ, യാതൊരു മനസാക്ഷിയുമില്ലാത്ത ആ മനുഷ്യൻ അവളുടെ കാര്യം ചെയ്തു കൊടുക്കുവാൻ തയ്യാറായി. അതേപോലെ തന്നെ കർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞ കാര്യമാണിത്.
നിങ്ങളുടെ ജീവിതത്തിൽ അതുതന്നെ സംഭവിക്കുവാൻ പോകുകയാണ്. ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വേഗത്തിൽ പ്രതിക്രിയ ചെയ്ത് അവൻ നിങ്ങളെ രക്ഷിക്കുവാൻ പോകുകയാണ്. വീണ്ടും ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവഹിതത്തിൽ തന്നെയാണോ നിങ്ങളായിരിക്കുന്നത് എന്നതിന് മൂന്നാമത്തെ അടയാളം നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ദൈവത്തെ സ്തുതിക്കുന്ന മനസ്സുള്ളവരായി നാം തീരണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഏത് സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നാലും, നന്മയാകട്ടെ തിന്മയാകട്ടെ, തിന്മ വന്നതുകൊണ്ടല്ല, തിന്മ വന്നാലും ഞാൻ ദൈവത്തിന് മഹിമ അർപ്പിക്കുവാനിട വരും, ദൈവത്തെ സ്തുതിക്കുവാനിട വരും. അതായിരിക്കണം നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത്. നാം നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. കർത്താവിൽ വളരെ പ്രയോജനപ്പെട്ട കഴിഞ്ഞ തലമുറയിലെ ഒരു ദൈവദാസനാണ് ജോൺ ജി ലേക്ക് എന്ന് പറയുന്ന, ആഫ്രിക്കയിൽ പോയി പ്രസംഗിച്ച കർത്താവിൻ്റെ ദാസൻ. ആ ദൈവദാസൻ ആഫ്രിക്കയിൽ ബുബോണിക് പ്ലേഗ് പടർന്നു പിടിച്ച് ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവരുടെ ഇടയിൽ കടന്നു പോകുവാനിടയായി. മറ്റുള്ളവർ തന്നോട് പറഞ്ഞു, ഇത് പകർച്ചവ്യാധിയാണ്, നിനക്കും ഇത് പിടിക്കുവാനിട വരും, സൂക്ഷിക്കണം. പക്ഷേ ജോൺ ജി ലേക്ക് എന്ന് പറയുന്ന ആ വിശ്വാസവീരൻ പറഞ്ഞു, ഈ പകർച്ചവ്യാധിക്കുള്ളതല്ല എൻ്റെ ശരീരം, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയുള്ളതാണ് എൻ്റെ ശരീരം. അതിനാൽ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രം ബിബോണിക് പ്ലേഗിൻ്റെ വൈറസിനെ കൊല്ലുവാൻ ശക്തിയുള്ള സ്തോത്രമാണ്. നിങ്ങൾ വിശ്വസിക്കുക, ആ ബിബോണിക് പ്ലേഗ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ താൻ ആയിരക്കണക്കിന് ആളുകളെ ശുശ്രൂഷിച്ചു, അവരുടെ നടുവിൽ ദൈവവചനം പ്രഘോഷിച്ചു, മരിക്കുവാൻ തുടങ്ങുന്ന അനേകരെ സൗഖ്യമാക്കി. തൻ്റെ ശരീരത്തിൽ ആ രോഗാണുവിന് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? താൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന വ്യക്തിയായിരുന്നു, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. നിങ്ങളുടെ അധരത്തിലും ദൈവസ്തുതികൾ നിറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ നിലവിലുള്ള രോഗബന്ധനങ്ങൾ തകരുവാൻ പോകുകയാണ്. ആ പരാതിക്ക് പകരമായിട്ട് വാതുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുക. നിങ്ങളുടെ മുൻപിലുള്ള കോട്ടകൾ തകരുവാൻ പോകുകയാണ്. അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടോ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങൾ രോഗികളാകുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരം അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദം കേട്ടവരുടെ ഹൃദയങ്ങളിൽ മുറിവുകളുണ്ടെങ്കിൽ അവ സൗഖ്യമാകുവാനിടവരട്ടെ. അവരുടെ അധരങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ കൊണ്ട് നിറയട്ടെ. ഈ നിമിഷത്തിൽ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. വായിലുള്ള അൾസറുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിന്റെ കാഴ്ച ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെ യേശു ഇപ്പോൾ സ്പർശിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുക. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തല മുതൽ പാദം വരെ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കുവാനിടവരട്ടെ. അവരുടെ മുറിയിൽ അങ്ങയുടെ കരം ഇപ്പോൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവരെ തൊടുന്നതിനാൽ, വിടുവിക്കുന്നതിനാൽ, അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അത്ഭുതം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. നിങ്ങളുടെ വിടുതലുകളുടെ വിശേഷങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ തയ്യാറാകണം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.